നല്ലൊരു കംബാക്ക്, എന്നെക്കാൾ അടിപൊളി കംബാക്ക് വരാൻ പോണത് അവിടെയാണ്. എന്നെ കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളും ഞാൻ അവളിലൂടെ സാധിക്കും. ഇൻഷാ അല്ലാഹ്. വീഴാൻ നിൽക്കാൻ മാത്രം കണ്ടന്റാക്കി എടുത്തു കഴിഞ്ഞാല് ഒരു ദിവസത്തെ എപ്പിസോഡ് പോലെ മാത്രമുണ്ട് ഗൈസ്. അപ്പൊ നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഡേ 3 ആണ്. നമ്മുടെ ഇപ്പൊ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള വ്യൂവേഴ്സും അതുപോലെ തന്നെ ഫോളോവേഴ്സും ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കയറി വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആക്ച്വലി നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിൻ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യുക. അത് ഡിലേ ആക്കി പോയി കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ ഖേദിക്കും. കാരണം ഇപ്പം ഞാൻ ആക്ച്വലി ഇപ്പം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത് ചിലപ്പോൾ ഒരു 1 ഇയറോ അല്ലെങ്കിൽ 2 വർഷം മുന്നേ ചെയ്യേണ്ട സംഗതിയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഡിലേ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വേണം എനിക്ക് എന്താക്കാൻ ഈ വീഡിയോസും കാണാനൊക്കെ ഇട്ട് ഇതൊന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. ഒരു പക്ഷെ ഇത് മുന്നേ ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 ഇയറോ മുന്നേ തുടങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത്യാവശ്യം ആളുകളിലേക്ക് ഇത് റീച്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ്സോ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗൈസ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നാളെ എന്നല്ല, ഇപ്പോൾ ഈ നിമിഷം അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ മോർണിംഗ് സെഷൻ നമ്മൾ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജിമ്മിലോട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലിനിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മുടെ ജിമ്മ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ക്ലിനിക്ക്, അതിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ, അവിടെ വരുന്ന പേഷ്യൻസിന് റിവ്യൂ, എന്തായാലും നമ്മൾ അവിടുത്തെ എല്ലാവരും ഒന്ന് പരിചയപ്പെടാം എന്തായാലും ക്ലിനിക്കത്തെ. ഓക്കെ, ബാക്കി വീഡിയോയിൽ കാണാം. പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടിയിട്ടേ ഒന്ന് ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറിയിരുന്നാ ഇല്ലാന്നുണ്ടെങ്കിൽ വർക്കൗട്ടൊക്കെ കല്ലത്താവും. സ്റ്റാമിനെ ഭയങ്കര വീക്കായിക്കണേ, പ്രോട്ടീൻ ഇൻടേക്ക് കുറവായതുകൊണ്ടാ. അതിൻ്റെ മുതൽ അതും കൂടി ആഡ് ഓൺ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഷവായേ അൽഫാമിൻ്റെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നാലും ഓക്കെയാണ്. സത്യം പറഞ്ഞാൽ വഹിക്കുന്നില്ല. ജൂവിൻ്റെ ഒക്കെ പെർഫോമൻസ് കാണുമ്പോൾ പിടിച്ച് നിൽക്കണ്ടേ വെച്ചിട്ട് നിൽക്കുന്ന സത്യം പറഞ്ഞാൽ വയ്യ. അജോ കണ്ട അത്ര കൂളായിട്ട് ഓരോ സെറ്റ് കംപ്ലീറ്റ് ചെയ്യണം നോക്കിയാ. അഞ്ചിന് നേരെ 15ക്ക് ഭയങ്കര വേരിയേഷൻ. 10 സ്കിപ്പ് അടിച്ച് പോയിക്കണേ. പിന്നാണ്ട് കയ്യിലൊക്കെ പെയിനൊക്കെ മനസ്സിലായത്. പക്ഷെ അടിച്ചില്ല. നമ്മള് പിന്നെ തിരിച്ചു വന്ന് 10ലോട്ട്. ഇപ്പൊ നമ്മൾ 15ാമത് അടിക്കാൻ പോകുന്നു. കഴിക്കുന്നില്ല. ജിമ്മിലത്തെ കണ്ണാടി നോക്കുന്ന സമയത്തേ ബൈസപ്സ് ഒക്കെ ഭയങ്കര ബൾക്കായിട്ട് കാണും. വീട്ടിൽ പോയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആ ഉള്ള ഫോമൊക്കെ പോവാ. ഒരു കോൺഫിഡൻസ് കുറവ്. ഒരു കോൺഫിഡൻസ് കൂട്ടണമെങ്കിൽ ജിമ്മത്തെ കണ്ണാടി തന്നെ മസ്റ്റായിട്ട് നോക്കണം. കണ്ടാ നീ കണ്ണാടി നോക്കിയാ വ്യത്യാസം ഉണ്ടോ? ഇല്യൂഷൻ. ഇതേ വീഴാൻ നിൽക്കാൻ മാത്രം കണ്ടന്റാക്കി എടുത്തു കഴിഞ്ഞാല് ഒരു ദിവസത്തെ എപ്പിസോഡ് പോലെ മാത്രമുണ്ട്. മിഞ്ഞാന്ന് അജു അന്റെ കിട്ടിയില്ല, കിട്ടും ഉറപ്പാണ്.
അത് കറങ്ങി തിരിഞ്ഞിടത്തേക്ക് വരും, എങ്ങനെയാലും വരും, ഉറപ്പാണ്. 4 5 6 7 പറ്റും അടിക്ക് പറ്റും പറ്റും പറ്റി കൊന്ന് 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 അതിന് മോട്ടിവേഷൻ കണ്ടിട്ട് 2 അവിടെ വെച്ച് പറയാൻ വന്നേക്ക്. 2 കുറച്ചു 12 അടി കൊടുത്ത് 10 അടിച്ചോളൂ ഞാൻ അവന്റെ മോട്ടിവേഷൻ കണ്ടിട്ട്. ആ സൽമാൻ വിളിച്ച് ഷുട്ടാപ്പി സുട്ടാപ്പി, ഒന്ന് അമ്പടും ഒന്ന് സുട്ടാപ്പിയും. 7 അടിച്ചോ, 8 പോട്ടെ പോട്ടെ, 9 3 more 1 2 1 more 1 last one 1 അടി 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 1 second. നമ്മളല്ലേ ഞാൻ രണ്ടുപേരും വിചാരിക്കണു, ഞാൻ അടുത്തോട് കാണുമ്പോ പോലെ അല്ലേ ഇത് ഇങ്ങനെ നോക്കുമ്പോ ഇന്നത്തെ വർക്കൗട്ട് ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഓൾറെഡി ടയേർഡാണ്, അതുപോലെ തന്നെ ലേറ്റ് ആണ്. ഇനിയിപ്പോ ഒന്ന് നേരെ പോവുക, ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുക, ക്ലിനിക്കിലേക്ക് പിടിക്കാം. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ ചെന്നതിന് ശേഷം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വർക്കൗട്ട് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ക്ലിനിക്കിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ സമയം ഒരു 12:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോർണിംഗ് എത്തിയതാണ്. ഇത്ര നേരം നമ്മൾ പേഷ്യൻസ് കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സും എല്ലാം കാരണം കുറച്ച് തിരക്കിലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട് വന്നിരുന്നിട്ടുള്ളത്. എന്തായാലും ക്ലിനിക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാവരും ബിസി ഷെഡ്യൂളിലാണുള്ളത്. അപ്പോൾ നമുക്കൊരു സമയം പോലെ ഒരിക്കൽ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് പരിചയപ്പെടാം, എല്ലാ ഡോക്ടേഴ്സിനും കാണാം, എല്ലാ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫൊക്കെ പരിചയപ്പെടാം. ഇത് മോക്സ, ഇത് പ്യുവർ മോക്സ്, ഇത് വലുതാണ്. ഇത് 2 സ്റ്റിക്ക് ഉണ്ടാവും ഉള്ളിൽ. ഇത് നമ്മളൊരു അഡ്ജ് കത്തിച്ചിട്ട് നമ്മളെ ശരീരത്തിൽ പെയിനുള്ള ഭാഗങ്ങളിലൊക്കെ വെക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് തന്നെയാണ്. നല്ല റിസൾട്ടുള്ള സംഭവം. ഇതൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇനി സംഗതി ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഓരോരോ കേസുകൾ എന്താണെന്നുള്ളതും എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ അടുത്ത ട്രീറ്റ്മെൻറ്റിൽ കാണാം. നമ്മൾ ആക്ച്വലി ഇത് നമ്മൾ ക്ലിനിക്കിലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് പാർട്ട് മാത്രമാണ്. ആക്ച്വലി നമുക്കിവിടെ ആയുർവേദം, യുനാനി, നാച്ചുറോപ്പതി, ഹിജാമ, അക്യുപഞ്ചർ എല്ലാ ട്രീറ്റ്മെൻറ്റും ഇൻക്ലൂഡഡ് ആണ്. ജസ്റ്റ് ഇതോടെ വന്നപ്പോൾ കാണിച്ചു തന്നു മാത്രം. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഇനി വീഡിയോസിൽ വരും. ഓരോ സ്ഥലത്ത് ജിമ്മിൽ പോയിട്ട് അവിടെ ഉച്ചക്ക് മിക്ക സമയം ആലോചിക്കും ജിമ്മിൽ പോകണം ഫുഡ് കഴിക്കാന്നൊക്കെ. നടക്കുന്നില്ല. കല്യാണപ്പേരെ കയറിയല്ലോ, മറ്റേ ആരിസ് കൊണ്ട് വിളിച്ചോണ്ടേ പോലെ എല്ലാവരും പേര് കയറിക്കുന്നതായിട്ട് കൊണ്ട് കയറ്റില്ല മറ്റേ. അപ്പോളേ നമ്മള് രാവിലത്തെ വർക്കൗട്ടും കഴിഞ്ഞ് ക്ലിനിക്കും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ പോണത് നേരെ ഷനുവിനെ ഉണ്ടാക്കാൻ പോവാം. ഷനു മീൻസ് മൈ വൈഫ്. ആള് ബാംഗ്ലൂർ പഠിക്കുകയാണ്. അപ്പോൾ ആൾക്ക് മറ്റൊന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എക്സാമിന് പെട്ടെന്ന് ഡേറ്റ് വന്ന്, അതായത് ഉച്ചക്ക് ഒരു 3 മണി വൈകുന്നേരം 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡേറ്റ് വന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ രാത്രി ബസ് കയറ്റി വിടണം. നാളെ കാലത്തോടെ എത്തും. മറ്റന്നാൾ എക്സാം. ഇനിയിപ്പോൾ എന്തായാലും ആള് കുറച്ച് ദിവസത്തേക്ക് എന്തായാലും തീരുമാനമായി. ബിസി കാരണമായിട്ടാണ് പോയിക്കോളും. നമ്മൾ സ്ഥിരം പല്ലവി രാവിലെ ജിമ്മിന് പോകണു, ക്ലിനിക്കിലേക്ക് തിരിച്ചു തരണു, ഈ ഓട്ടം പാസിൽ തന്നെ. പിന്നെ വേറെ സംഗതി, നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും വിചാരിക്കും ഞാൻ ഇതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാറില്ല എന്നുള്ളത്. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് രാവിലെ വീഡിയോ വണ്ടിയിൽ നിന്ന്, ഉച്ചക്കത്തെ വീഡിയോ വണ്ടിയിൽ നിന്ന്, വൈകുന്നേരത്തെ വീഡിയോ വണ്ടിയിൽ നിന്ന്. ഇതന്നെ അവസ്ഥ. ഡെയിലി ഓട്ടം തന്നെ, മിനിറ്റിന് ഒഴിവില്ല. എല്ലാവർക്കും പരാതിയാണ്, അവൈലബിലിറ്റി ഇല്ല, ആക്സസ് ആവുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും തീരുമാനമാവും എല്ലാം കൊണ്ടും അല്ലേ. എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. സാധാരണ മുന്നേ ആർക്കും അറിയില്ല. ഞാൻ എന്നെ വിളിച്ച ഫോൺ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മെസ്സേജ് റിപ്ലൈ ഇല്ല എന്നൊക്കെ പരാതി എപ്പോഴും പറയുന്ന ആൾക്കാരാണ്.
അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇവർക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാർക്ക്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം എടുക്കാത്തന്നൊക്കെ ഒരു ചിന്താഗതിയാണ് ആളുകൾക്കുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റം വരും എന്ന് വിചാരിക്കണം ഇൻഷാ അല്ലാഹ്. ഈ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങുന്നതോട് കൂടിയിട്ട് ആളുകൾക്ക് മനസ്സിലാവും ഞാൻ എവിടേക്കാ ഓടുന്നത്. മുന്നൊക്കെ കൂട്ടുകാരന്മാർ പറഞ്ഞ സംബന്ധം വെച്ച് കഴിഞ്ഞാല് പിന്നെ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇൻസ്റ്റാഗ്രാം റീൽ എടുത്ത് നോക്കിയാൽ സ്റ്റോറി എടുത്ത് നോക്കിയാൽ ഞാൻ കാണാൻ പറ്റുന്ന പറയുന്നത്. കാരണം സ്റ്റോറിയിൽ നമ്മൾ സ്റ്റോറി ഇടുന്ന സമയത്ത് അതിൽ ലൊക്കേഷൻ നമ്മൾ മെൻഷൻ ചെയ്യും. അപ്പോൾ ആൾ പറയും അന്ന് കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ഇങ്ങനെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ എന്തായാലും അപ്ഡേഷൻസ് കാര്യങ്ങൾ നമ്മളിങ്ങനെ യൂട്യൂബ് ത്രൂ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അതിൽ നിന്നും പിടിച്ചോളും എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നേരെ അവിടെ പോകണം, അവളെ വീട്ടിൽ പോകണം, അവളെ പിക്ക് ചെയ്യണം. പിന്നെ ബസ് 8:45 അവിടെ പോയിട്ട് ഡ്രോപ്പ് ചെയ്യണം. തിരിച്ച് നമ്മൾ വരുന്നു. വേറെ പ്രോഗ്രാമുകളൊന്നും ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഇനി അവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്താ മൈൻഡ് മാറില്ല എന്നുള്ളതൊക്കെ മറ്റേ ഒറ്റ മൈൻഡ് അല്ലേ, അതാണ് പ്രശ്നം അല്ലേ. കണ്ടറിയാം അല്ലേ അജോ. നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആക്ച്വലി ഒരു ഇതുണ്ടാവും, ഇവന്മാരെ എന്തായി കാട്ടിക്കൂട്ടുന്നുള്ളത്. സംഭവം നമുക്ക് ഇതിനെ പറ്റി യാതൊരു ബോധവും ഇല്ല, അല്ലെങ്കിൽ ഒരു ഇതുമില്ലാത്ത നടക്കുന്ന ആൾക്കാരാ. ഒരു ദിവസം പൊട്ടി അവിടെ വീണിക്കാത്ത പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തോന്നിയ ബുദ്ധി അപ്പൊ ഒറ്റ മൈൻഡില് എടുത്ത്. ആക്ച്വലി പ്ലാനിങ് തുടങ്ങിയിട്ട് കാലം കുറെ, ഇത് ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാൻ മറ്റന്നാൾ ചെയ്യാൻ നാട്ട് നീട്ടി കൊണ്ടുവന്ന് തുടങ്ങിയിട്ട് കാലം കുറെ. പക്ഷെ എന്തുകൊണ്ടാണ് മിനിഞ്ഞാന്നില് നമ്മൾ ഫൈനലൈസ് ചെയ്തെന്ന് എനിക്ക് സത്യം പറയാൻ അറിയില്ല. അരുൺ എന്താ പറഞ്ഞ് രാവിലെ പിടിച്ച് മോട്ടറാക്കി, രാത്രി ആകുമ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. സത്യം പറഞ്ഞ അതാണ്. അരുണും പിന്നെ ആരായിരുന്നു ഷിതുവും കൂടിയിട്ട് മോട്ടറാക്കിയതാ. നമ്മൾ പറഞ്ഞു അരുൺ ഓൾമോസ്റ്റ് ഇപ്പൊ 6 മാസമായിട്ട് പറഞ്ഞു തുടങ്ങിയതാ ചെയ്യാന്ന്. അപ്പൊ അതിന്റെ മുന്നേ തന്നെ പിന്നെ പ്ലാൻ ഉണ്ടായിരുന്നു ചെയ്യാന്നുള്ളത്. പിന്നെ അരുൺ വന്നതിന്റെ ശേഷം ഫോഴ്സ് കൂടി ചെയ്യാൻ വേണ്ടിട്ട്. തലവേദനായി പിന്നെ നമ്മൾ വിട്ട് നമ്മളിങ്ങനെ ഇൻസ്റ്റാ വീഡിയോ കാര്യങ്ങളൊക്കെ ക്ലിനിക്കിന്റെ തിരക്കിലും മറ്റേ ക്ലിനിക്കിന്റെ വർക്കിന്റെ തിരക്കിലും ഒക്കെ പാടെ കൂടി പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് ഇന്നലെ ആശാൻ എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് മോട്ടറാക്കിയാൽ സത്യം പറയാൻ ആയിരിക്കും മോട്ടറായി. നമ്മൾ രാത്രി 8 മണിക്ക് നമ്മൾ ആ വീഡിയോയിൽ ഇടണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീഡിയോ ആക്ച്വലി ഇതിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാലേ അബ്ബയും ഇമ്മയും കൂടിയിട്ടാണ് നമ്മുടെ ചാനല് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പേജിന്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ഉമ്മയാണ്. ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് അവരുടെ അഭിപ്രായം ചോദിച്ചു സംഭവം തുടങ്ങുന്നുണ്ട്, എന്താണ് അഭിപ്രായം വെച്ചപ്പോൾ അവർ രണ്ടാളും ഫുൾ സപ്പോർട്ട് ഒക്കെ അടിച്ച്. അതിൽ പിന്നെ നമുക്ക് വേറൊന്നും പറയാനില്ല. പിന്നെ വല്യ ബാക്കി തവക്കലത്തിൽ അല്ല വരുന്നത് വെച്ച് കാണാനായിട്ട് അറിയിക്കുക. എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ബാക്കിയൊക്കെ വരുന്നത് വെച്ച് കാണാം. അപ്പോൾ ആർക്കെങ്കിലും നമ്മളെ വീഡിയോ കണ്ട് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ സഹിച്ച് കുറച്ച് ദിവസം കൂടെ അഡ്ജസ്റ്റ് നിൽക്കുക. അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ഇട്ടോണ്ടിരിക്കും. ഞങ്ങൾക്ക് വേറെ മാർഗം, ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റുള്ളൂ. പറയാനുള്ളൊരു കമന്റിൽ പറഞ്ഞോട്ടെ. മറ്റേ ഈ ബുൾജറ്റ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് മലയാളം വായിക്കാറില്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് മലയാളം വായിക്കാറില്ല, അതുകൊണ്ട് ഞാൻ തളർത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളൊന്ന് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളല്ലേ 100 സബ്ബായാല് ഗിവ് അവേ അല്ലേ? 100 ഇപ്പൊ 81 ആളായിട്ട് ഞങ്ങൾ ഇപ്പൊ വൈകുന്നേരം നോക്കിയപ്പോ ആയിട്ടുള്ളത് 100 സബ്ബായി കഴിഞ്ഞാൽ നമുക്ക് ഗിവ് അവേ കൊടുക്കും. ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ എന്നിട്ട് നമ്മളെ അവസാന റിസൾട്ട് നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യും അല്ലേ ഫൈനലി. ശരി, നമ്മൾ ഗിവ് അവേ കൊടുക്കും. നമ്മൾ തുടങ്ങി കഴിഞ്ഞ സംഭവം സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാല്ല. പിന്നെ ഗിവ് അവയുടെ പൂരമായിരിക്കും. നമ്മളൊരു ഇൻട്രസ്റ്റ് പ്ലാൻ ഉണ്ട്, നമ്മൾ ഇപ്പൊ പറയുന്നില്ല, കുറച്ചുകൂടി കഴിയട്ടെ. എക്സൈറ്റഡ് ആയിട്ട് നിൽക്കണം, എന്തായിരിക്കും എന്നുള്ളത്. ഇപ്പൊ എന്താ നിങ്ങൾക്ക് തോന്നില്ല എന്ന് അറിയാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എക്സൈറ്റ്മെന്റ് ആവും മൺഡേ. കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലാ ആൾക്കാരും ഒറ്റയടിക്ക് അത്രയും പെർഫെക്റ്റോട് കൂട്ടല്ലേ വരുന്നത്. നമ്മൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നില്ല. ഞാൻ ആദ്യം ആലോചിച്ചെന്ന് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ 4 ആൾ അറിയണ്ടേ, അല്ലെങ്കിൽ ആളുകൾക്ക് നമുക്കൊരു ഫേസ് പരിചയമാവണ്ടേ, അല്ലാണ്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ റീച്ച് ആവുക എന്നുള്ളതാണ്. പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും ഒരു വീഡിയോ ചെയ്യാൻ പറ്റൂല. നമ്മൾ ചെയ്ത് പെർഫെക്റ്റ് ആക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളടുത്ത് പറയാം, നമ്മളടുത്ത് ഷെയർ ചെയ്യാം. നമ്മൾ തിരുത്താൻ നമ്മൾ തയ്യാറാണ്. നമുക്ക് മിസ്റ്റേക്കുകൾ നാളെ എല്ലാം പഠിക്കുന്നത്. അപ്പം മിസ്റ്റേക്കുകൾ വരുത്തും. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് തിരുത്തി തരാൻ നിങ്ങൾക്കും പറയാം. അപ്പോൾ നമുക്കൊരാളെ പരിചയപ്പെടാം. ആരാന്നല്ലേ പേര് പറയാ, ആരാന്ന് പറയാ. പേരെന്ത് പറഞ്ഞ?
അബ്രാർ. ഓക്കെ. എസാപ്പു. അപ്പൊ നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങി അറിഞ്ഞില്ലേ? ഇവിടെ വന്നാ അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അറിഞ്ഞിക്കണ എന്റെ അഭിപ്രായം എന്താ തുടങ്ങിയതിനെ പറ്റിയിട്ട്? എന്റെ അഭിപ്രായം പറയാം. അപ്പൊ തുടങ്ങിയ എപ്പോഴും 24 മണിക്കൂർ നോക്കി കഴിഞ്ഞാലും ടാബും ഫോൺ എടുത്തിട്ട് ഇങ്ങനെ യൂട്യൂബും റീൽസും കണ്ടു നടക്കുന്ന ആളല്ലേ ഈ? അല്ലേ? എപ്പോഴും പറയാറില്ലേ ഒരു അബ്ബാടെ വീഡിയോ കണ്ടേ? കണ്ട? എപ്പോഴാ കണ്ട്? ഇന്നലെ കണ്ട? ആര് കാണിച്ചെന്ന് പറ. ആര്? പിന്നെ ഒറ്റക്ക് കണ്ടതാ? ഫ്രണ്ട്സ് പറഞ്ഞ സ്കൂള് പൂട്ടിക്കണില്ലേ? 2 മാസം കഴിയില്ലേ സ്കൂൾ തുറക്കാന്? 2 മാസം കഴിഞ്ഞ ബർത്ത്ഡേ എടുക്കും. അപ്പൊ ഗിഫ്റ്റ് കൊണ്ടുവരും. അത് നമ്മൾ പൊളിക്കും. ബർത്ത്ഡേ നമ്മള് പൊളിക്കും അല്ലേ? പിന്നെ മൂന്നാമത്തെ അല്ല 5ാമത്തെ ബർത്ത്ഡേ ആണ്. 5ാമത്തെ ബർത്ത്ഡേ ആണ്. 5ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ 5ാമത്തെ ബർത്ത്ഡേ എന്താക്കും? പൊളിക്കും. അങ്ങനെ എന്താ വേണ്ട? ബർത്ത്ഡേക്ക് എന്താ വേണ്ട പറ. 5ാമത്തെ വയസ്സാവാനായി. അതായത് ഇപ്പൊ ഇത് ജൂണല്ലേ? ജൂണിലല്ലേ ബർത്ത്ഡേ? അത് ജൂണില്. ബർത്ത്ഡേക്ക് എന്താ വേണ്ട? യൂണിക്കോണിന്റെ ബാഗ്, പിന്നെ യൂണിക്കോണിന്റെ ഡ്രസ്, പിന്നെ യൂണിക്കോണിന്റെ ഭയങ്കര യൂണിക്കോൺ ഫാൻ. അതാണ് യൂണിക്കോൺ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്ത് ഹെയർ ബാൻഡ്, യൂണിക്കോണിന്റെ ഹെയർ ബാൻഡ്, യൂണിക്കോണിന്റെ ബാഗ്, യൂണിക്കോണിന്റെ ഹെയർ ബാൻഡ്, പിന്നെ ബാഗ് ഇവിടെ ഉണ്ടല്ലോ. ബാഗ് ഉണ്ട്. പിന്നെ വേറെന്താ ഉണ്ട്? യൂണിക്കോൺ അരുണ്. അരുൺ പൂക്കിമോൻ. സുട്ടാപ്പിയാണ്. അരുണിന്റെ പേര് സുട്ടാപ്പി എന്നും അജ്മന്റെ പേരെന്താ അറിയോ? അമ്പടു. പേര് മാറ്റിയാള്. അരുണിന്റെ പേര് അങ്കി. അജ്മന്റെ പേര് ഡോങ്കിയല്ല, ക്യാറ്റ്. ഇത് ഷനുവിനെ ഉൾപ്പെടുത്തിയുള്ള നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടത്. അപ്പൊ ഇത് ഇർഫാൻ അഷർ. അപ്പൊ ഇർഫാൻ അഷർ ജസ്റ്റ് ഒന്ന് അപ്പൊ അവരുടെ നമ്മുടെ ഷനുവിനെ വെച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പൊ പിന്നെ നമ്മള് ഷനു ബാംഗ്ലൂർക്ക് പോവാണ്. ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോയോണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ചാനലൊക്കെ ഞാനും പ്രതീക്ഷിച്ചതാണ്, അങ്ങനല്ല. പക്ഷെ ഇത് പെട്ടെന്ന് ഉണ്ടാവും വിചാരിച്ചില്ല. അബ്രാക്ക് എന്തേലൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോ നമുക്ക് അറിയണ്ടാവില്ല. അബ്രാക്ക് ചിലപ്പോ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ചില പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അബ്രാക്ക് കുറച്ചൊക്കെ എടുക്കും. അതെ നല്ല കണ്ടന്റ്സുകളൊക്കെ കൊണ്ടുവരാ. 8:30 ബസ്സാണ്. ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. അതായത് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. എനിക്ക് ചില സമയത്ത് ഒരു ഉൾവിളി വരും. അതായത് എന്താ, അതെ അങ്ങനല്ല. അതായത് എനിക്ക് പാട്ട് പാടാൻ കഴിവുണ്ടല്ലോ, അപ്പൊ ഞാൻ ഒന്ന് പാടി നോക്കിയാലോ എന്നുള്ള ഒരു ഇത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ തോന്നും വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പറ്റില്ല എന്നല്ല, ചില പാട്ടുകളൊന്നും എനിക്ക് ഹൈപ്പിച്ചുള്ള പാട്ടുകളൊന്നും എന്റെ സൗണ്ടിനെ കൊണ്ട് കൂടില്ല. അപ്പൊ പിന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ നല്ല കേൾക്കാൻ നല്ല രസമുള്ള പാട്ടുകൾ കേട്ട് കഴിഞ്ഞാല് അപ്പൊ ഞാൻ ട്രൈ ചെയ്യും. അതാണ് ട്രൈ ചെയ്യലാണ്. അല്ലാതെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. നമ്മൾ ചെയ്ത് പെർഫെക്റ്റ് ആക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഓരോ കട്ട് ചെയ്യോ? ഇല്ല, കട്ട് ചെയ്യില്ല. ഉപദേശിക്കും. അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കാര്യം പറഞ്ഞ. ഇവളോട് ഞാൻ എപ്പോഴും പറയും, നീ വീഡിയോ ചെയ്തോ എന്നിട്ട് എന്താ പറയാ? ഞാൻ ഇങ്ങനെ പറയലേ, പെർഫെക്റ്റ് ആണോ നോക്കണ്ട, നീ പാടിക്കോ, നിനക്ക് പാടാനുള്ള കഴിവുണ്ട്.
പാടിയിട്ട് പാടി 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 പെർഫെക്റ്റ് ആക്കുക. അല്ലാണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അത്രയും ജന്മന പിന്നെ പാട്ടോടെ കഴിവുള്ള ആൾക്കാരൊന്നല്ലല്ലോ. പാട്ട് പഠിച്ചിട്ടുമില്ല, പാട് തന്നെ. പിന്നെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പാട്ട് പാടാന് റൂമിലേക്ക് കയറി കഴിഞ്ഞാല് ഫസ്റ്റ് എന്റെ അമ്മ ഒന്ന് കൂട്ടും, അത് കഴിഞ്ഞിട്ട് അനിയത്തി ഒന്ന് കൂട്ടും. പിന്നെ എപ്പോഴും ഹെസക്ക് എന്റെ കൂടെ വേണം ഞാൻ പാട്ട് പാടാൻ ഇരുന്ന് കഴിഞ്ഞാല്. പിന്നെ ഞാൻ ഈ ഒരു എങ്ങനെ പാട്ട് പാടാൻ ഞങ്ങള് പറയണത്. പാട്ട് പാടാൻ നമുക്ക് ഇനി അവസരം കൊണ്ട് ഇനി കെടുക്കുന്നത് മുന്നേ ഇഷ്ടം പോലെ അവസരങ്ങൾ വരും. പാടുക, മാക്സിമം പാടുക, കഴിവ് തെളിയിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഡോക്ടറായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ ഇപ്പൊ നമ്മുടെ ക്ലിനിക്കില് വരുന്ന പേഷ്യൻസ്, ഏത് ടൈപ്പ് പേഷ്യൻസ് ആയിക്കോട്ടെ, അവിടെ അറിയാം നമുക്ക് എത്രമാത്രം കോസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം കംഫർട്ട് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം നമ്മള് ഒരു ബിസിനസ് പരമായിട്ട് കാണുന്ന സംഭവമല്ല നമ്മളെ ക്ലിനിക്ക് എന്നുള്ളത്. അതിൽ വരുന്ന പേഷ്യൻസിന് മാക്സിമം പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ ട്രീറ്റ്മെന്റ് അവിടെ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നമ്മൾ എല്ലാ ആളുകൾക്കും ഒരേപോലെ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലും അല്ലെങ്കിൽ അവർക്ക് ആക്സസ് ആവുന്ന രീതിയിലും നമ്മളവിടെ ട്രീറ്റ്മെന്റ് പോകുന്നത്. അപ്പോ നിന്റെ അഭിപ്രായത്തില് പഠിച്ചിറങ്ങി കഴിഞ്ഞാല് എന്ത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഒരു സംഗതിയാണ് ആളുകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നിന്റെ അഭിപ്രായം ഒരു വർഷം കഴിയാണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ അതേപോലെ നമ്മള് ക്ലിനിക്കിൽ എങ്ങനെയാണ് ഇപ്പൊ അതേപോലൊക്കെ തന്നെ ഉദ്ദേശിക്കണേ. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്? എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ മാറ്റം വരുത്താനായിട്ട്? വിട്ടനെ പറഞ്ഞായിട്ടില്ല. അതന്നെയാണ് തെരഞ്ഞെടുക്കണ പാവോ സീറ്റ് കിട്ടായിട്ടാണ്. ഞങ്ങള് പോട്ടാ, എത്തിട്ട് വിളിക്ക്. അരുൺ ഇറക്കുന്ന അപ്പൊ ശരി, പോയി. അപ്പൊ അത് കഴിഞ്ഞു ഗൈസ്. അപ്പൊ അവളെ യാത്ര അയച്ച് അപ്പൊ എന്തായാലും നല്ലൊരു കംബാക്ക്, എന്നെക്കാൾ അടിപൊളി കംബാക്ക് വരാൻ പോണത് അവിടെയാണ്. അപ്പൊ ഡോക്ടറായിട്ട് തിരിച്ചു വരാൻ പോകുന്നതാണ്. എന്നെ കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളും ഞാൻ അവളോട് സാധിക്കും ഇൻഷാ അല്ലാഹ്.